ഈ 400-450 എപ്പിസോഡ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് എന്നെ മാറ്റി വേറൊരു പെൺകുട്ടി വെക്കുമ്പോൾ അത് ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും വിഷമം തോന്നും. കാരണം നമ്മൾ ആ സുരഭി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളല്ലേ ആക്കി കൊടുത്തത്. ഞാൻ ഈ വിഷമം മാറാൻ വേണ്ടി അമ്പലങ്ങളിൽ പോകും. രാവിലെ 2 മണിക്കൊക്കെ എണീറ്റ് അവിടെ എന്നും ഞാൻ ഒരു അമ്മയെ കാണും, എന്നും കാണും. ഞാൻ ഇനി 4 മണിക്ക് പോയാലും 3 മണിക്ക് പോയാലും 5 മണിക്ക് പോയാലും 6 മണിക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ അമ്മയെ കാണും. ആ സമയങ്ങളിൽ അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് ചേട്ടൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരാളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിലും ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കാണും. ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ ആരെങ്കിലും ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ പോയി ഇരിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. കാരണം അത് കണക്കായിരുന്നു എൻ്റെ അടുത്ത് മാത്രമല്ല സെറ്റിനകത്തുള്ള എല്ലാവരുടെ അടുത്തും ദിലീപേട്ടൻ അങ്ങനെ ആയിരുന്നു. എനിക്ക് ഇതുവരെ മെസ്സേജ് അയക്കാത്ത ടീം എനിക്കതെടുത്ത് അയച്ചു തരുമ്പോൾ എനിക്ക് കൂടുതൽ വിഷമാവുന്നുണ്ട്. സുരഭി ആ ഒരു ക്യാരക്ടർ അപ്പൊ എനിക്ക് എന്താ ഒത്തിരി പേര് സന്തോഷിച്ചു എന്നെ ഇങ്ങനെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കുന്നൊക്കെ അറിഞ്ഞപ്പോ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചിരിച്ചു ഭയങ്കരമായിട്ട്. അവൾക്ക് അത് തന്നെ വേണം, അവള് കുറെ എപ്പിസോഡ് അതൊക്കെ ഞാൻ കേൾക്കുന്നതാ. ഇങ്ങനെയാണ് അനു ഡേറ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ നമ്മൾ വേറൊരാളെ വെച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ശരി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര പെയിൻ ആയില്ലേ? പിന്നെ ഇല്ലേ, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എനിക്കറിയില്ല, ഞാൻ ആ ഒരു ക്യാരക്ടർ ഞാൻ ജീവിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞ. ആ സ്റ്റാർ മാജിക്കിലെ ഏറ്റവും ഭയങ്കര പാവമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പുള്ളി ഫേക്ക് അല്ല. എല്ലാരും അങ്ങനെ ഫേക്കുന്നല്ല. പുള്ളി നമ്മുടെ കാണിക്കുന്ന സ്നേഹം കാണുമ്പോ മറ്റുള്ളവർ വിചാരിക്കും ഇത് ഇത്ര സ്നേഹം എന്ന് വിചാരിച്ചു പോകും. അങ്ങനെയാണ് സുചേട്ടൻ ഞങ്ങളുടെ സ്നേഹം കാണിക്കുന്നത്. മക്കളെ എന്നെ വിളിക്കുള്ളൂ, തങ്കച്ചനെ മര്യാദയ്ക്ക് കെട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ അടിക്കൂന്ന് പറയും. അങ്ങനെയൊക്കെ പറയും. ഇപ്പോഴും ഞാൻ പറയും എന്റെ അമ്മ അങ്ങനെയൊന്നും ഇല്ല, തങ്കച്ചേട്ടൻ എന്നെ ഇല്ലില്ല ഒന്നും പറയണ്ട, തങ്കച്ചന്റെ കല്യാണം കഴിക്കുന്നത്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പൊ വേറൊരു പരമ്പര ചെയ്തിരുന്നു. അതിന്റെ സീസൺ 1 കഴിഞ്ഞിട്ട് സീസൺ 2 വന്നപ്പോഴത്തേക്ക് അപ്പൊ അതിനകത്ത് വന്നപ്പോഴത്തേക്ക് അനുവിന്റെ പേരില്ല. അപ്പൊ ഒരു മീഡിയയുടെ ഒരാള് വന്ന് ചോദിച്ചപ്പോ തന്നെ അനു പറയുന്നുണ്ട് എന്നെ അവര് വിളിച്ചില്ല, എന്നെ ഇത് സുരഭി സാസിന്റെ പ്രോഗ്രാം ഒരു 400-450 എപ്പിസോഡ് പോയി ഞാനും മല്ലികമ്മയായിട്ട്. അത്യാവശ്യം നല്ല പ്രോഗ്രാം ആയിട്ട് പോയി, നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അമ്മക്ക് കാല് വയ്യാണ്ടായി. പിന്നെ അമ്മ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്തു. അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായിരുന്നു കുറച്ച് നാള്. അപ്പൊ ബ്രേക്ക് എടുത്ത സമയത്ത് പിന്നെ എന്റെ ഒരു കഥയായിട്ട് പോവായിരുന്നു. പിന്നെ പ്രേക്ഷകർക്ക് അമ്മയും കൂടെ കാണണം എന്നുള്ളൊരു നിർബന്ധമായി. പിന്നെ ചാനലിൽ നിന്ന് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യും, അമ്മയൊക്കെ ഭേദമായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ശേഷം അമ്മയെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പം ഡയറക്ടറും എല്ലാരും പറഞ്ഞു ഇനിയിപ്പോ ഷൂട്ട് ഒന്ന് തുടങ്ങും, നിങ്ങള് എല്ലാരും കാണും, ഇനിയിപ്പോ ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാരും റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ ഡയറക്ടറായിട്ട് ഈ ഡയറക്ടറാണ് നമ്മൾ അഭിമഹിയുടെ ഡയറക്ടർ കേട്ടോ. അപ്പോ ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ചന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ സാരി എല്ലാം ഞാൻ സാരി അതിനകത്ത് കൊടുക്കുന്നത്, അപ്പൊ അതൊക്കെ ഞാൻ റെഡി ആയിട്ട് വെക്കുന്നുണ്ട്. ആ ടൈമില് ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഉടനെ തുടങ്ങും, കുറച്ച് ചില ആർട്ടിസ്റ്റുകൾ മാത്രം കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരൊക്കെയെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ. അപ്പൊ ഞാൻ വെറുതെ തമാശ ചോദിച്ചു ഞങ്ങൾക്ക് കാണുമല്ലോ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ നീല നായിക എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അഭിമഹീൻ തുടങ്ങാൻ പോകുന്നുണ്ട്, ഡേറ്റ് എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാജേഷ് തന്നെ ഡയറക്ഷൻ. അപ്പോ പറഞ്ഞു അഭിമഹീൻ. ഞാൻ പറഞ്ഞു സാർ ഈ വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ച കോർഡിനേറ്റർ. ഞാൻ പറഞ്ഞു ഈ ദിവസങ്ങൾക്ക് ഞാൻ ഫ്രീ അല്ല, ഇനാഗുറേഷനും പ്രോഗ്രാം ഒക്കെയാണ്, അപ്പൊ കുറച്ച് ഡേറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്ത് ചെയ്യും, പെട്ടെന്ന് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ. അപ്പം എന്നോട് പറഞ്ഞു അപ്പം ഡേറ്റ് നോക്കിയപ്പോൾ ഇവർക്ക് 1 മുതൽ 15 വരെ വേണം, 16 മുതൽ ബാക്കിയുള്ള ഡേറ്റ്സ് അഭിമഹിക്ക് വേണം. അപ്പൊ അതിൽ കുറച്ച് ഡേറ്റ്സ് ഞാൻ ഇല്ല. അപ്പൊ അവർക്ക് അങ്ങനെ നോക്കിയപ്പോ ഇവർ ചിന്തിച്ചപ്പോ അനുവിന് ഡേറ്റും ഇല്ല, അവർക്ക് സ്റ്റാർ മാജിക് ഉണ്ട്. പിന്നെ ഇനിയിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ വേണം. 20 ദിവസമൊക്കെയാണ് ഷൂട്ട് വരുന്നത് ഒരു മാസത്തിൽ, 22 ദിവസം അങ്ങനെയൊക്കെ പോകുന്നത്, ഡെയിലി ടെലികാസ്റ്റാ. അപ്പം നോക്കിയപ്പോ ഇവര് പിന്നെ ട്രാക്ക് മാറ്റി, കാരണം വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന്. പക്ഷെ മാറ്റുന്ന കാര്യം മൊത്തത്തിൽ മാറ്റി, സ്റ്റോറി മൊത്തത്തിൽ മാറ്റി സീരിയൽ പോലെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഡബിങ്ങും കാര്യങ്ങളൊന്നും അല്ല, മൈക്ക് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ സീരിയൽ പോലെയാണ്, ഇപ്പൊ സീരിയൽ പോലെയല്ല, സിക്കം പോലെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ എന്നെ മാറ്റിയിട്ടുള്ളത് ട്രാക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ആർട്ടിസ്റ്റുകളുടെ ക്യാരക്ടറും മൊത്തത്തിൽ വേറൊരു ടൈപ്പായിരുന്നു. അപ്പോ അതെന്നോട് പറഞ്ഞില്ല, ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പെട്ടെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞ അത് ഇങ്ങനെയാണ്, അനു ഡേറ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ നമ്മൾ വേറൊരാളെ വെച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ ശരി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര പെയിൻ ആയില്ലേ? പിന്നെ ഇല്ലേ, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു.
ഞാൻ കരച്ചിലുമായിരുന്നു. പിന്നെ എനിക്കറിയില്ല, ഞാൻ ആ ഒരു ക്യാരക്ടർ ഞാൻ ജീവിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാല്. സുരഭി എന്ന് ശരിക്കും പറഞ്ഞ അത് നമ്മുടെ ശരിക്കും വളരെ ഒരു പെയിൻ തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് അല്ലേ? കാരണം വെച്ചാൽ നമ്മളിപ്പം ആ ഒരു സുരഭി സ്വാസി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സ്റ്റാർ മാജിക്കും ചോദിക്കും, ഇത് അമ്മമാർ കൂടുതലും ചോദിക്കാറുണ്ട്. ഈ ഭയങ്കര ഇഷ്ടം, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരാറുണ്ട് ഈ ക്യാരക്ടറെ കണ്ടിട്ടൊക്കെ. അപ്പൊ ഞാനും കുറെ ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പൊ പെട്ടെന്ന് ഈ 400-450 എപ്പിസോഡ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് എന്നെ മാറ്റി വേറൊരു പെൺകുട്ടി വെക്കുമ്പോ അത് ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും വിഷമം തോന്നും. കാരണം ആ സുരഭി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളല്ലേ ആക്കി കൊടുത്തത്. പെട്ടെന്ന് അവരുടെ അടുത്ത് ചോദിച്ചില്ല അല്ലെ? ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ സാറിനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടൊരു വോയിസ് മെസ്സേജ് അയച്ചു, സാർ മാറ്റണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സാർ പറഞ്ഞു ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ചാനലിൽ നിന്നുള്ള തീരുമാനമാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ വിഷമം മാറാൻ വേണ്ടി അമ്പലങ്ങളിൽ പോകും. രാവിലെ 2 മണിക്കൊക്കെ എണീറ്റ്. ഇപ്പോഴും ഇമോഷൻ ആവണോ അത് പറയുമ്പോ? അങ്ങനെ എത്ര ദിവസം അമ്പലങ്ങളിൽ പോയി? ഞാൻ മിക്ക ദിവസങ്ങളിലും രാവിലെ ആരെ ഉണർത്താതെ എണീറ്റ് പോകാറുണ്ട്. ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം. അയ്യോടാ, എനിക്ക് സങ്കടമാണോ? അല്ല, അവിടെ പോകുമ്പോ വിഷമം മാറാറുണ്ട്. ശരിക്കും ഭയങ്കര കോൺഫിഡൻസ്. കാരണം ഞാൻ ഈ ഒരു സുരഭി സ്വാസിന് കാരണം കുറെ ഇനാഗുറേഷൻ മാറി, നല്ല പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന പ്രോഗ്രാം, പുറത്ത് പ്രോഗ്രാം കുറെ പോയിട്ടുണ്ട്. അവരെന്നെ വിട്ടിട്ടൊക്കെ ഉണ്ട്. ഇനാഗുറേഷൻ രാവിലെ പോയി ഇനാഗുറേഷൻ ചെയ്തിട്ട് നേരെ സുരഭി സ്വാസിന്റെ ലൊക്കേഷനിലൊക്കെ പോയിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് കുറെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് സാറ്. പക്ഷെ പെട്ടെന്ന് മാറ്റി. ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, പെട്ടെന്ന് തുടങ്ങണേ. കാരണം അതിനുവേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. പെട്ടെന്ന് വേറൊരു പെൺകുട്ടിയൊക്കെ വെച്ച് ഒരു കാസ്റ്റിംഗ് ആളെന്നൊക്കെ പറഞ്ഞ് കുറെ പോസ്റ്ററൊക്കെ ഇറക്കി. അത് എൻ്റെ കൺമുന്നിൽ വരുമ്പോൾ എനിക്കറിയാത്ത പേര്, എനിക്ക് ഇതുവരെ മെസ്സേജ് അയക്കാത്ത ടീം എനിക്കതെടുത്ത് അയച്ചു തരുമ്പോൾ എനിക്ക് കൂടുതൽ വിഷമാവുന്നുണ്ട്. സുരഭി ആ ഒരു ക്യാരക്ടറൊക്കെ. അപ്പൊ എനിക്ക് എന്താണ് ഒത്തിരി പേര് സന്തോഷിച്ചു ആ ഒരു എന്നെ ഇങ്ങനെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കുന്നൊക്കെ അറിഞ്ഞപ്പോ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചിരിച്ചു ഭയങ്കരമായിട്ട്. അവൾക്ക് അത് തന്നെ വേണം, അവള് കുറെ എപ്പിസോഡ് അതൊക്കെ ഞാൻ കേൾക്കുന്നതാ. പിന്നെ ഞാൻ അപ്പൊ അമ്മയും അച്ഛനും എവനും ഒക്കെ പറയും, പോട്ടെ നിനക്കിപ്പോ സ്റ്റാർ മാജിക്കിൽ അനൂപേട്ടൻ, ലക്ഷ്മി ചേച്ചി, ഷിയാസിക്ക, എല്ലാ ആർട്ടിസ്റ്റുകളും, ഡയാന, മൃദുല, എല്ലാവരും കൂടെ നിന്നിട്ട് ഈ പറയുന്ന ബിൻചോട്ട എല്ലാവരും നിന്നിട്ട് പറയും, എടി അത് പോട്ടെ, നമ്മളില്ലേ, നമുക്ക് സ്റ്റാർ മാജിക് ഇല്ലേ, മാസത്തിൽ 10 ദിവസം ഷൂട്ടില്ലേ, നിനക്ക് ഇനാഗ്രേഷൻ ഇല്ലേ, പുറത്ത് പ്രോഗ്രാം ഇല്ലേ, പോവാൻ പറ, നിനക്കത് വിധിച്ചില്ലെന്ന് പറഞ്ഞു, നിനക്ക് ഇതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് മറന്നു. പിന്നെ പുറത്തിറങ്ങുമ്പോഴും ഇനാഗ്രേഷൻ പോകുമ്പോൾ മീഡിയക്കാർ വന്ന് ചോദിക്കുമ്പോഴും ഒക്കെ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും, അതൊക്കെ പോട്ടേട്ടാന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഒരു കുട്ടിയെ വെക്കുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാട്ടോ, നല്ലൊരു കുട്ടിയാണ്. ആ കുട്ടിയെ വെക്കുന്നതും ഷൂട്ടൊക്കെ തുടങ്ങിയെന്ന് അറിയുന്നതും. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, ഷൂട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കുട്ടി എന്നൊക്കെ. പക്ഷെ അനുവിൻ്റെ പഴയ ഒരു ക്യാരക്ടർ അല്ല പിടിച്ചിരിക്കുന്നത്, കുട്ടി വേറൊരു ക്യാരക്ടറാണ്, പിന്നെ സീരിയൽ ട്രാക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, നന്നായിട്ട് പോയാൽ മതി. കാരണം അതിൽ ഒത്തിരി ക്രൂ ഉണ്ട്, ഒരുപാട് വർക്കില്ലാണ്ട്, സീരിയലല്ലോ, അപ്പൊ ഒരുപാട് പേര് വർക്കില്ലാതെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കുറെ പേരുണ്ട്, ഒരു പണിക്കും പോവാൻ പറ്റാത്ത പ്രായമുള്ളവരൊക്കെ. അപ്പൊ അവരൊക്കെ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ, ഇതുകൊണ്ട് അവർക്ക് വർക്ക് ഉണ്ടെങ്കിൽ, എനിക്ക് വർക്ക് ഉണ്ടല്ലോ, എനിക്ക് മാസത്തിൽ ഇത്രയും ദിവസം വർക്ക് ഉണ്ട്, പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാനും ഇരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, അനു ഒരു കാര്യം പറയാണ്ട്, ഇതുപോലെ സുരഭി സ്വാസിനിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു സാർ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചിട്ട് നേരെ ഞാൻ അമ്മയും അച്ഛനെ വിളിച്ചു. അമ്മയാണ് ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പൊ അമ്മ ചോദിച്ചു, അമ്മ ഞാൻ ചെയ്യട്ടെ, ഞാൻ ചെയ്യില്ലെന്ന് വിചാരിച്ചിരുന്ന കേട്ടോ. ഇനിയിപ്പം പെട്ടെന്ന് എൻ്റെ അടുത്ത് ആരോ, എൻ്റെ ചേച്ചിയോ ആരോ ചോദിച്ചു, നിന്നെ അഥവാ ഇനി ചേച്ചിയല്ല ചോദിച്ചു, പുറത്തൊരു ആളാ ചോദിച്ചത്, നിന്നെ അഥവാ ഇനി സുരഭി സ്വാസിനി വിളിക്കുകയാണെങ്കിൽ, സെക്കൻഡ് വീണ്ടും വിളിക്കുകയാണെങ്കിൽ നീ പോവോന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല പോകത്തില്ല, ഉറപ്പായിട്ട് ഞാൻ പോവില്ല. കാരണം വെച്ചാൽ ഞാൻ കുറെ കരഞ്ഞു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു കുട്ടിയെ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അഭിനയിക്കുക, അതിൽ ചെയ്യാന്നുള്ള. അഭിനയിച്ച് പൊക്കോട്ടെ, നമുക്ക് ഇനി കിട്ടുമല്ലോ, പിന്നെ അതുപോലെ സ്റ്റാർ മാജിക് ഉണ്ടല്ലോ എന്നുള്ള രീതി ഞാൻ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ പോയി ചെയ്യുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സുരഭി സ്വാസിനി ചെയ്യുന്നത്. അപ്പൊ അമ്മയോട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, ചേച്ചിയോട് ചോദിച്ചു, ചേട്ടനോട് ചോദിച്ചു, അവനോട് ചോദിച്ചു, നമ്മുടെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ ചേട്ടനോട് ചോദിച്ചു, ലക്ഷ്മി ചേച്ചി വിളിച്ചു ചോദിച്ചു, ഷിയാസിക്കെ വിളിച്ചു ചോദിച്ചു, പിന്നെ ആരെയാ,
ആ മല്ലികാമ്മയെ വിളിച്ച് ചോദിച്ചു. എല്ലാരും വിളിച്ചപ്പോ എല്ലാരും പറയുന്നത് ചെയ് നിനക്ക് ദൈവമായിട്ട് കൊണ്ട് തന്നതാണ്, നിനക്കുള്ള ക്യാരക്ടറാണ്, അത് നിനക്ക് വിധിച്ചതാണ്, അപ്പൊ നീ എന്നെ ചെയ്യണം, നിനക്ക് കറങ്ങി തിരി നിന്റെ അടുത്ത് തന്നെ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ചെയ്യല്ലേ, ചെയ്യും. അപ്പൊ എന്നിട്ട് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ചിന്തിക്കുന്നതെന്ന് അറിയാവോ, ഒരു കുട്ടി അവളുടെ ക്ലാസ്സും എല്ലാം കഴിഞ്ഞ് എല്ലാം മാറ്റി വെച്ചിട്ടാണ് അഭിനയിക്കാൻ അത്രയും സന്തോഷത്തോട് വന്നത്. അപ്പോൾ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു നിനക്ക് ജീവിക്കണ്ടേ, ഇപ്പൊ നീ ചെയ്ത ക്യാരക്ടർ അല്ലേ, അപ്പം എന്തുകൊണ്ടാണ് അത് റിജക്ട് ചെയ്തിട്ട് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കുക. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം, അത് പോവാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം നിന്നെ വീണ്ടും വെച്ചതെന്ന് പറഞ്ഞു. ശരി പോവാന്നൊക്കെ പറഞ്ഞ് പോയി, അഭിനയിച്ചു. ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ അതുവരെ പിന്നെ അവിടെ കുറെ നെഗറ്റീവ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കും, കാരണം അവർക്ക് അത്ര വിഷമമുള്ളത് കൊണ്ടാണ് അവർ വീഡിയോ ചെയ്ത് ഇടുന്നത്. അല്ല അതാണ് അതുവരെ അപ്പം എന്നും ഇത് പറയണ പോലെ ആരും അറിയാതെ വെളുപ്പിന് അമ്പലത്തിൽ പോവായിരുന്നു. പോവും. അങ്ങനെ എത്ര ദിവസങ്ങളോളം പോയി? എനിക്ക് വിഷമം വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ദൈവവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ, ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഈ അമ്പലത്തിലേക്ക് രാവിലെ നിർമ്മാല്യം തൊഴാൻ വേണ്ടി 2 മണിക്കൊക്കെ പോകും. 2 മണിക്ക് ഞാൻ ഉറങ്ങത്തില്ല തലേ ദിവസം. ഇപ്പൊ തലേ ദിവസം എല്ലാവരും ഒരു 9:30-10 മണിക്ക് ഉറങ്ങാറുണ്ട് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി. ഞാൻ ഉറങ്ങില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും ഫോണിൽ, ഒന്നെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടേക്ക് ഇരുന്നിട്ട് കറക്റ്റ് 12:30 1:30-2 മണിയൊക്കെ 1:30 ആകുമ്പോൾ ഞാൻ കുളിക്കാൻ കയറും. കയറിയിട്ട് ഞാൻ പിന്നെ ഊബർ ബുക്ക് ചെയ്യും. വിളിക്കത്തില്ല, ആരെയും വിളിച്ചോണ്ടില്ല. ഒന്നെങ്കിൽ എൻ്റെ കസിൻ ആരെങ്കിലും വിളിക്കും. ചിലപ്പോൾ ഉറക്കണിക്കാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ അങ്ങ് പോകും. എന്നിട്ട് 2 മണിയാവുമ്പോൾ 2-2:30 ആകുമ്പോൾ ഇറങ്ങും. 3 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിലെത്തും. അപ്പോൾ മലയാളികളല്ല അവിടെ വരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, കൂടുതലും പുറത്തുള്ളവരാ. അവിടെ ചെന്ന് നിൽക്കും. അമ്പലം കറക്റ്റ് സമയമാകുമ്പോൾ തുറക്കും ഞാൻ ചെല്ലുമ്പോൾ. എന്നിട്ട് കയറിയിട്ട് ഞാനൊരു 3 പ്രാവശ്യം ചുറ്റിട്ടും അവിടെ എന്നും ഞാൻ ഒരു അമ്മൂമ്മയെ കാണും, എന്നും കാണും. ഞാൻ ഇനി 4 മണിക്ക് പോയാലും 3 മണിക്ക് പോയാലും 5 മണിക്ക് പോയാലും 6 മണിക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ അമ്മൂമ്മയെ കാണും. ആ സമയങ്ങളിൽ അതെനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മൂമ്മ അടുത്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാനൊന്നെങ്കിൽ നമ്മൾ ഈ നന്ദനം സിനിമയ്ക്കകത്ത് ഈ ബാലമണി വന്ന് ബാക്കിൽ നിന്ന് മറ്റ് വിളിക്കത്തില്ലേ, അതുപോലെ ഈ അമ്മൂമ്മ എവിടെ നിന്നാലും വന്ന് ഇങ്ങനെ തൊടും. ശരിക്കും അമ്മൂമ്മ വേറെ ആരും അല്ല കേട്ടോ, അമ്മൂമ്മ തന്നെ കേട്ടോ. അപ്പം ഈ അമ്മൂമ്മ ഒന്നെങ്കിൽ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കാണും, അല്ലെങ്കിൽ ശ്രീകണ്ഠേശ്വരത്തിൽ വെച്ച് കാണും, ഇല്ലെങ്കിൽ ഞാൻ ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് കാണും. കണ്ടിരിക്കും ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമ്പോ കാണും. അതും എന്ത് വലിയ ഞാൻ കൂടുതൽ അറിയാനൊന്നും, ഞാൻ വീട്ടിൽ ആരൊക്കെയെന്ന് വെച്ചാൽ മോനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അമ്മ എന്ന് നടന്നു പോവോ, ഞാൻ ഇത്ര വർഷം 38 വർഷം കൊണ്ട് നടന്നാ പോകുന്നത്. ഹസ്ബൻഡ് എൻ്റെ 21-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്നൊക്കെ പറയും. അങ്ങനെ അമ്മയുടെ പേര് രമണി എന്നാണ്. നല്ല രസമായിട്ടാ കാണാനൊക്കെ. അപ്പൊ അമ്മ എന്നും ഞാൻ കാണും. അമ്മയെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ്. ഈ കാര്യങ്ങൾക്ക് അമ്മയുടെ അടുത്തും ഈ വിഷമങ്ങളെല്ലാം പറയും. അപ്പൊ അമ്മ എന്ത് പറയും? വിഷമിക്കണ്ട, പ്രാർത്ഥിക്കും മക്കളെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് ഒരു ദൈവമായിട്ട്? തോന്നിയിട്ടില്ല. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മൂകാംബിക അമ്പലത്തിൽ പോയപ്പോ ഇതേപോലെ വർഷങ്ങൾ ഇടവിട്ട് പോകുമ്പോഴും ഞാൻ ഇതേപോലെ കാണും. ഈ അമ്പലത്തിലൊക്കെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോ എനിക്ക് എന്റെ ബർത്ത്ഡേ അന്ന് നാളെ വന്നതിന്റെ അന്ന് എനിക്ക് തൊഴാൻ ഭാഗ്യം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പോയ ദിവസങ്ങളിൽ എനിക്ക് കുറെ അനുഗ്രഹങ്ങൾ അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോറ്റി വിളക്ക് കത്തിക്കേണ്ടതാണ് അകത്ത്. എനിക്ക് ദീപം തന്നിട്ട് എന്നെ കൊണ്ട് കത്തിച്ചു. പിന്നെ പ്രസാദം എല്ലാവരും നിന്നാൽ മാത്രമേ ആ പ്രസാദം കിട്ടുള്ളൂ. ആ ദിവസം നാള് പോലും എഴുതി കൊടുക്കാതെ എൻ്റെ നാള് ചോദിച്ച് അനുമോൾ അവിട്ടോന്ന് പറഞ്ഞ് മേടിച്ച് വലിയ പൂവൊക്കെ തന്നു. എനിക്ക് അറിയത്തില്ല അതെന്താ. ഞാൻ അമ്മയടുത്തൊക്കെ പറഞ്ഞു അത് അങ്ങനെ ഇരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞു അങ്ങ് കളയും. അപ്പൊ അത് ശരിക്കും അതൊരു ദൈവത്തിന്റെ പ്രതിനിധി. നമ്മൾ കാണില്ലേ, ദൈവത്തിനെ നമ്മൾ കാണും. അത് നമ്മൾ പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ സുരഭിശ്വാസിനെ ഒന്നും അല്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് ദൈവം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസോട്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം സുരഭിശ്വാസിനില്ല, സ്റ്റാർ മാജിക് മാത്രം, എങ്ങനെ ഞാൻ പോവും എന്നൊക്കെ വിചാരിച്ചു കഴിയുമ്പോ ദൈവം എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് ദൈവം സത്യം പറഞ്ഞ ഒരു മാസത്തിൽ എനിക്ക് അത്യാവശ്യം ഒരു 30 അല്ലെങ്കിൽ 25 ദിവസം ദൈവം എനിക്ക് നല്ല വർക്ക് കൊണ്ടുവരും. അപ്പൊ എപ്പോഴെങ്കിലും ഇത്രയും വിഷമിച്ച സമയത്തെ ശരി ഞാൻ സ്റ്റാർ മാജിക് വേണ്ടാന്ന് വെക്കാം, ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. നേരെ തിരിച്ച് മറ്റതിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്റ്റാർ മാജിക് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. കാരണം സ്റ്റാർ മാജിക്കിലൂടെ ഞാൻ അറിഞ്ഞത് എന്നെ ഇപ്പോ സുരഭിശ്വാസിനെ വിളിക്കുന്നുണ്ടെങ്കിൽ, ഒരു രാമകൃഷ്ണൻ വിളിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർ മാജിക്കിൽ ഞാനൊരു പൊട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു ജനുവായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് വിളിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇപ്പൊ പിന്നെ ബിഗ് ബോസിനൊക്കെ വിളിച്ചു, കുറെ സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്, നല്ല പേയ്മെന്റ് ഒക്കെ പറഞ്ഞാണ്. പക്ഷെ ഞാൻ പോയിട്ടില്ല. പക്ഷെ നമ്മള് സ്റ്റാർ മാജിക് വിട്ടിട്ട് പോയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പോകത്തില്ല ഒരിക്കലും. അത് വിട്ടിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് സ്റ്റാർ മാജിക് നിർത്തരുതേന്നാണ്.
ഓക്കെ. പക്ഷെ ഇപ്പൊ മറ്റേതിനകത്ത് ആദ്യത്തെ സീസൺ 2 തുടങ്ങിയപ്പോ വേറൊരു കുട്ടീനെ വെച്ചല്ലോ. ഉം. അത് ഇപ്പൊ മുമ്പേ പറഞ്ഞല്ലോ, അനു തന്നെ പറഞ്ഞു പ്രശ്നങ്ങൾ പലരും അതെ ആ പറയുന്നുണ്ടെന്ന്. അത് അവര് തന്നെ വീഡിയോ ഒക്കെ ചെയ്തു, വീഡിയോ കുട്ടിയില്ലേ, അവരുടെ കുട്ടിയുടെ പാരന്റ്സ്. പാരന്റ് അപ്പൊ ആ അച്ഛൻ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അവര് പേർപ്പസ്ഫുള്ളി ഇങ്ങനെ ആ കുട്ടീനെ മാറ്റി വീണ്ടും അനുവിനെ കയറ്റി എന്ന് പറഞ്ഞാൽ അവര് അതെ കുറെ ആ വീഡിയോ ഒക്കെ പറയുന്നുണ്ടല്ലോ. ചെയ്തു. ഞാനത് അതിനകത്ത് നോക്കാതെ നിന്നില്ല, നിന്നില്ല. കാരണം ഫേസ്ബുക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും, സ്റ്റോറേജ് ഒക്കെ ഫുൾ ആയത് കാരണം. പിന്നെ ഈ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എന്ത് പോസ്റ്റ്, നല്ലൊരു ഡ്രസ് ഇട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടാലും ഒരു വീഡിയോ ഇട്ടാലും ഉറപ്പായിട്ടും ഈ ആൾക്കാർ വന്ന് പയ്യൻസ് അല്ല വരുന്നത്, കൂടുതൽ ഏജ് ഉള്ള അമ്മമാരും അച്ഛന്മാരൊക്കെ വന്നിട്ട് എന്തിനാണെന്നറിയില്ല വെറുതെ നെഗറ്റീവ് കമന്റുകൾ ഇടുക. ഇവിടെ ആരാ ഉള്ള വിചാരം കുറെ മേക്കപ്പ് ഇട്ട് വന്നിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഒന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം പക്ഷെ നേരെ തിരിച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് ഇടുന്നുണ്ടെങ്കിലും ഒരു 100 കമന്റ് വന്നാൽ അതിൽ 2-3 വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ പേഴ്സണലായിട്ട് പോയി മെസ്സേജ് അയക്കും. ഞാൻ മെസ്സേജ് അയക്കും. എല്ലാവരും ഇവൻ പറയും നീ എന്തിനാ അങ്ങനെ തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. കാരണം ഞാൻ ചോദിക്കും, ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് ഞാൻ കമന്റ് ഇടുന്നില്ല, നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നില്ല, നിങ്ങളുടെ ഒരു കാര്യത്തിന് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ മോശം കമന്റ് ഒക്കെ ഇടുന്നത് എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും സോറി, ഇങ്ങനെ കമന്റ് ഇട്ടാൽ എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. ജീവൻ ഇത്രയും നല്ല അടുത്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടും കൂടെയാണ്. ഒബ്വിയസ്ലി ഇപ്പം അനുവിനെ ഇപ്പൊ കണ്ടെടുത്തോളം ഇത്രയും ചിരിക്കുടിക്കായിട്ട് നിന്നാലും ഇമോഷണലി ഭയങ്കര ഭയങ്കര ഒരു തൊട്ടാവാടിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോന്ന് ഇതും കേൾക്കുമ്പോ എല്ലാത്തിനും ആദ്യമേ ഒരു പക്ഷെ വീട്ടുകാരല്ലെങ്കിൽ വിളിക്കുന്നത് ജീവനെ തന്നെയായിരിക്കും. അതെങ്ങനെയാണത്? അത് ഈ സുരഭി സുഹാസിനിയുടെ കാര്യത്തിലാണെങ്കിലും എന്നെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിനകത്തൊരു പുതിയൊരു കുട്ടി വെച്ച് ചെയ്യുന്ന അവർക്കൊരു ചാൻസ് ആണ്. ആ കുട്ടിക്ക് ഒരു പുതിയൊരു ക്യാരക്ടർ കിട്ടുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ആ കുട്ടി ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു ചാൻസ് കിട്ടട്ടെ, ഇപ്പൊ നീ കാരണം അതിനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് കിട്ടട്ടെ എന്നാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ കാരണം അവക്ക് പിന്നെയും എനിക്കറിയാവുന്ന കുട്ടിയാ, എനിക്ക് ഈ കുട്ടിയെയും കുട്ടിയുടെ അച്ഛനെയും അമ്മയും ബ്രദറിനെയൊക്കെ അറിയാം. സ്റ്റാർ മാജിക് ഒരു ദിവസം വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കറിയാം. അപ്പൊ ആ കുട്ടി നല്ല ടാലന്റ് ഉള്ള ഒരു പക്ഷെ കുട്ടിയാണ്. എനിക്കത് വേറെ ആരെങ്കിലും എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവരടുത്ത് വേറെ രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് ആ സാധനങ്ങള്. ഓക്കെ. അതായത് ഇവള് കാരണമാണ് അങ്ങനത്തെ അവരത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് ഞാൻ ചാനലിൽ പ്രഷർ കൊടുത്തു, ഇവളെ കയറ്റാൻ വേണ്ടി എന്തോ ഞാൻ ചാനലിൽ പ്രഷർ കൊടുത്തു. എനിക്ക് ആദ്യമേ പ്രഷർ കൊടുക്കായിരുന്നു. എനിക്ക് ഈ ശ്രീകണ്ഠ സാറിനെ ഞാൻ വല്ലപ്പോഴാണ് കാണുന്നത്. പിന്നെ ശ്രീകണ്ഠ സാറിന്റെ വൈഫിനെ ഞാൻ അതിനുശേഷം ഒത്തിരി തവണ കണ്ടു. വേണമെങ്കിൽ പോയി പറയാം എന്നെ എന്തുകൊണ്ട് മാറ്റി, എനിക്ക് എഗ്രിമെന്റ് ഉണ്ടായിരുന്നില്ല, ഞാൻ മര്യാദയ്ക്ക് ഞാൻ ചെയ്തു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. കാരണം നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ വിളിക്കത്തുള്ളൂ. വേണ്ടെന്ന് തോന്നി വേണ്ട, അത്ര തന്നെയാണ്. അപ്പൊ ഇതിന് ശേഷം ആ കുട്ടിയായിട്ട് എന്തെങ്കിലും ഇല്ല സംസാരിച്ചില്ല. കുട്ടിയുടെ അച്ഛനായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അതിനകത്ത് അന്ന് പറയണ്ടായിരുന്നു നിറത്തിന്റെ എന്തോ ഇഷ്യൂലാണ് ആ കുട്ടീനെ വേണ്ടാന്ന് വെച്ചതും ആണ്. അനുവിനെ അവര് വീണ്ടും വിളിച്ചെന്നൊക്കെ. അത് വാസ്തവമാണോ? അത് നിറത്തിന്റെ പേരെന്ന് പറയുമ്പോ അതെനിക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോ അവർക്ക് കുറച്ച് വണ്ണമുള്ളൊരു കുട്ടിയെ വേണമെന്ന് ക്യാരക്ടർ വേണം. ഇപ്പൊ അതിനകത്തൊരു കാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് പോസ്റ്റർ. ഇരുനിറമുള്ള കുറച്ച് തടിച്ചൊരു പെൺകുട്ടി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് ആ ഒരു ക്യാരക്ടറാണ് വെച്ചത്. കാരണം ഇത്രയും വലിയൊരു ഫാമിലിയില് ഒരു അതിലറിയാലോ പേരായിട്ട് അഭിനയിക്കുന്ന സിദ്ധാർത്ഥാണ്. അപ്പൊ അവന്റെ പേര് അവന് ചേരാത്തൊരു പെൺകുട്ടി, അവനെക്കാളും സൈസുള്ള ഒരു പെൺകുട്ടി വേണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള പെൺകുട്ടി എടുത്തപ്പോ എനിക്ക് തോന്നുന്നു, ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് ഇത് മാറ്റി. അപ്പൊ പറഞ്ഞ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന്. സുരഭി സ്വാസി എന്ന് പറഞ്ഞാൽ 2 വ്യക്തികളെ കണ്ടിട്ട് പെട്ടെന്നൊരു സുരഭിയും പെട്ടെന്നൊരു അമ്മയും വെച്ചിട്ട് ആ ഒരു കോംബോ വർക്കൗട്ട് ആവില്ല എന്ന് ചാനൽ പറഞ്ഞൊക്കെ പറയുന്നത്. എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് എന്താന്ന്. പക്ഷെ ഈ സീസൺ 1 ക്യാരക്ടർ തന്നെയല്ലേ സീസൺ 2 എടുക്കുന്നത് അല്ലേ? അപ്പൊ അതിനകത്ത് ഒരു നിറം എങ്ങനെയാ? അതിനകത്തൊരു അതാ പറഞ്ഞത്, പഴയ സീസൺ 1 പോലെ അല്ല എടുക്കുന്നത്, ട്രാക്ക് ഒക്കെ മാറ്റി. പ്ലാൻ ചെയ്തിരുന്ന അങ്ങനല്ല, ആർട്ടിസ്റ്റുകളെല്ലാം സെയിം ആണ്, പക്ഷെ സീരിയല് പോലെയാണ് പോകുന്നത്. പക്ഷെ സ്റ്റോറി അങ്ങനെയൊന്നും അല്ലായിരുന്നു, വേറെ രീതിയിൽ നമ്മളൊരു സിറ്റ്കോം അല്ലാത്ത രീതിയിൽ സീരിയൽ പോലെ ഒരു സാധനം. അതെ അതെ. അതായത് ഇപ്പൊ നായികയെ കൊല്ലാൻ നോക്കുന്നുണ്ട്, അമ്മായിയമ്മയും അവനും നായകനും കൂടെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ സീസൺ 1 എന്ന് പറയുമ്പോൾ എല്ലാരും ഒരുമിച്ചുള്ള സ്നേഹം, തമാശ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് നേരെ തിരിച്ച് വേറൊരു ട്രാക്കാ പൊക്കോണ്ടിരുന്നത്. ആ വീട്ടിൽ ആ പെൺകുട്ടി വന്ന് കേറുന്നു, ആ കുട്ടിയെ കൊല്ലാൻ നോക്കുന്നു, അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അത് ചാനൽ കണ്ടിട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടാണ് ഇത് ശരിയാവത്തില്ല, ആൾക്കാർ ഉൾക്കൊള്ളത്തില്ല, പഴയതുപോലെ സുരഭി വെച്ച് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അത് ചെയ്യുന്നു. ജീവൻ, നമ്മളിപ്പം നേരത്തെ ബിഗ് ബോസിന്റെ കാര്യം നമ്മൾ പറയുകയായിരുന്നു, അതിനകത്ത് ജീവനും വിളി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് തവണ പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ പല തവണ, അത് ഒരു വർഷമല്ല പല വർഷവും പ്രഡിക്ഷൻ ലിസ്റ്റിൽ പേര് ജീവൻ ഉണ്ടാവും എന്നും പറഞ്ഞ് പലരും പറഞ്ഞിട്ടും അതിനകത്തേക്ക് കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ജീവൻ വേണ്ടാന്ന് വെച്ചിട്ടാണോ? എന്താണ് കാരണം? അല്ല, ഫസ്റ്റ് ടൈമിൽ എന്നെ വിളിച്ച സമയത്ത് ഇതുപോലെ ഒരു 1-2 ഓഡീഷൻ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം അത് എന്താണെന്നുള്ളത് എനിക്ക് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്തോ ഒരു
എന്തോ ഒരു ഡിലേ ആണെന്നുള്ള എന്തോ ഒരു ഇത് പറഞ്ഞങ്ങ് കളഞ്ഞു. അങ്ങനെ അങ്ങ് പോയി. പിന്നെ എന്നെ ഒരു പ്രാവശ്യം കൂടെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് എനിക്ക് ഡേറ്റിന്റെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് പോകാൻ പറ്റിയില്ല. പിന്നുള്ളതിന് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ പ്രൊഡക്ഷൻ ലിസ്റ്റിലെല്ലാം ഞാൻ കാണാറുണ്ട്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ വന്ന് പോവാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് ജീവൻ ചെന്നൈ വരെ എന്നിട്ട് ആണോ? അത് വേറെ ആരോ പോയതിന്റെ ഒരു ഫ്ലൈറ്റിൽ കയറിയതിന്റെ ഒരു ഫോട്ടോ എന്തോ എടുത്തിട്ട്, അല്ല ഇത് ചേച്ചി കണ്ടത് ഞാൻ ചെന്നൈ പോയത് തന്നെയാണോ? അത് ഞാൻ ചെന്നൈയിൽ വേറൊരു പ്രോഗ്രാമിന് പ്രോഗ്രാമിന് പോയതാ. അത് വേറൊരു പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഞാൻ നേരിട്ട് കാണുന്നില്ല, വേറെ പലരും കണ്ടുപോയി. അപ്പൊ അന്ന് അവര് പറഞ്ഞത് ജീവൻ ഇതിനു വേണ്ടിട്ട് തന്നെ പോയതാണ്. എന്നിട്ട് അവിടെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഞാൻ എല്ലാവരും പറഞ്ഞു ഉണ്ടാടേം പറയില്ലേ പറയില്ലേ. എന്നിട്ട് അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ട് ജീവൻ എന്നിട്ട് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചുമ്മാ പറയുമായിരുന്നു കേട്ടോ. ഞാനും പറഞ്ഞു കേട്ടോ, ഇപ്രാവശ്യം ഇപ്പൊ കഴിഞ്ഞില്ലായിരുന്നു, അതിനകത്ത് എന്നോട് ചോദിച്ചു അനു ഉണ്ടോ. ഞാൻ പറഞ്ഞു ആടം പറയില്ലെങ്കിൽ സത്യം പറയാം പോകുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ആടി ഫുൾ സപ്പോർട്ട്. കുറെ പേര് പറയും പോവല്ലേ എന്റെ മോളെ, പോയി കഴിഞ്ഞാൽ പിന്നെ നീ വന്നിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ട്. ചിലർ പറയും ഫുൾ സപ്പോർട്ടാ, അനു ഇനി പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും എന്നൊക്കെ. പക്ഷെ വീട്ടില് അച്ഛനമ്മയ്ക്കൊക്കെ ഓക്കെയാണ്, ഞാൻ എങ്ങനെയാണോ അതുപോലെ പോയി നിൽക്കാനൊക്കെ പറയും. പക്ഷെ എനിക്കൊരു ദിവസം എന്തെങ്കിലും ഒരിക്കൽ പോണം, ഉണ്ടെങ്കിൽ പോണം. എനിക്ക് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരായിട്ടിരുന്ന് സംസാരിക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യണതുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഒരു റിലേഷനിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരു പരിചയപ്പെടുന്ന ഒരു അമ്മയായിക്കോട്ടെ, ഒരു ബ്രദർ ആയിക്കോട്ടെ, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ വളരെ ജെന്യുവൻ ആണ് ആ റിലേഷനിൽ. നിങ്ങൾ പെട്ടെന്ന് എല്ലാവരുമായിട്ടും അറ്റാച്ച്ഡ്. ഇപ്പം അനുവിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ നമ്മുടെ സുധി മരിച്ചു പോയില്ലോ, അപ്പം അദ്ദേഹത്തിന്റെ ആ ഫാമിലി ആയിട്ടും അദ്ദേഹമായിട്ടുള്ളതൊക്കെ ശരിക്കും ഒരു ചേട്ടൻ ആ ഒരു എന്തൊരു നല്ലൊരു ബന്ധമായിരുന്നു നിങ്ങൾ കീപ്പ് ചെയ്യണതെല്ലാം അല്ലേ? ഒരു ഫാമിലിയിലൊരു ശരിക്കും സ്റ്റാർ മാജിക്കിലെ ഏറ്റവും ഭയങ്കര പാവമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പുള്ളി ഫേക്ക് അല്ല. എല്ലാരും അങ്ങനെ ഫേക്കുന്നല്ല, പുള്ളി നമ്മുടെ കാണിക്കുന്ന സ്നേഹം കാണുമ്പോ മറ്റുള്ളവർ വിചാരിക്കും ഇതെന്ത് ഇത്ര സ്നേഹം എന്ന് വിചാരിച്ചു പോകും. അങ്ങനെയാണ് സുചേട്ടൻ ഞങ്ങളുടെ സ്നേഹം കാണിക്കുന്നത്. മക്കളെ എന്നെ വിളിക്കുള്ളൂ, മോള് മക്കളെ ഇങ്ങ് വാ, വന്നുടനെ ഹഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഉമ്മ തരുന്നത്. നല്ലൊരു മനുഷ്യൻ. ഇന്നല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് വീടിന്റെ പുതിയ വീട് അല്ലേ? വിളിച്ചു, എല്ലാരും വിളിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാ സ്റ്റാർ മാജിക് ടീം മൊത്തത്തിൽ ഒരു ദിവസം പോവാൻ ഇന്ന് അതുകൊണ്ട് എല്ലാരും ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലാണ്. ഇനാഗുറേഷൻ ലക്ഷ്മി ചേച്ചിക്ക് വൈകിട്ട് ഇനാഗുറേഷൻ, അപ്പോ ഡയാന ഇല്ല, നമ്മളെല്ലാരും നോക്കിയപ്പോ എല്ലാരും ഓരോരുത്തരും ഓരോ സ്ഥലമാണ്. ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം, നമ്മൾ ആരും ഇങ്ങനെ പുള്ളി ഇങ്ങനെ പോയതായിട്ട് ഞങ്ങൾ ആരും ചിന്തിക്കുന്നില്ല, ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അവസാനത്തെ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴൊക്കെ പെട്ടെന്ന് ഞാൻ മാറ്റിക്കളയും, എന്തെങ്കിലും അതിനെ കുറിച്ച് ആലോചിക്കാനേ ഞാൻ പോകത്തില്ല. ഇപ്പോഴും സുധിച്ചേട്ടൻ എന്നുള്ളൊരു പേര് മനസ്സിൽ വരുമ്പോ ഏറ്റവും മനസ്സിലേക്ക് തരുന്ന അദ്ദേഹം തന്ന അല്ലെങ്കിൽ എന്റെ പേരായിരുന്നു സുധിച്ചേട്ടൻ ഡാൻസ് ചെയ്യാനായിട്ട് എപ്പോഴും സ്റ്റാർ മാജിക്കില്. പുള്ളിക്കാരൻ നമുക്കിപ്പോ എന്തെങ്കിലും റൊമാൻസ് സീൻ ഒരു സോങ് തന്നാൽ, ബാഹുലിയുടെ സോങ് തന്നാലും പുള്ളിക്കാരൻ അതിനകത്ത് കോമഡി കാണിക്കും. എന്റെ അടുത്ത് പറയും എന്റെ മക്കളെ നിന്റെ അടുത്ത് എനിക്ക് റൊമാൻസ് വരൂല, എന്റെ മോളെ എനിക്ക് വരത്തില്ല. പുള്ളിക്കാരൻ അവിടെ വരാൻ ചേട്ടാ മുഖത്ത് കുറച്ച് റൊമാൻസ് ഇടേട്ടാ ഇങ്ങനെ കാണിക്കും. എനിക്കറിയത്തില്ല, എനിക്ക് പുള്ളിക്കാരൻ നമ്മളെ വിട്ട് പോയിന്ന് ഞാൻ ചിന്തിക്കുന്ന കൂടി ആരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും അത്രയും അടുപ്പുള്ളൊരു ആളായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മളെ വിട്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ എന്റെ അമ്മയുടെ ഫാദർ പോയി, ഇപ്പൊ 8-9 ദിവസമായി. പക്ഷെ പുള്ളി പോയതുപോലെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. അത് മാത്രമല്ല എന്റെ കൂടെ സുരഭി സാസ്നിൽ വർക്ക് ചെയ്ത ആർട്ടിൽ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് അരവിന്ദ്, ഞാനൊരു നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഷൂട്ട് കഴിയുമ്പോഴാണെങ്കിലും ഷൂട്ട് തുടങ്ങുമ്പോഴൊക്കെ എൻ്റെ കൂടെ എപ്പോഴും കാണും. ഞാൻ അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുക, എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി അവനെ ഞാൻ വിളിക്കുക. ഷൂട്ട് കഴിയുമ്പോൾ അവൻ വരും, വന്നിട്ട് പറയും, അവൻ ലാസ്റ്റ് എല്ലാവരും പോവും, ഞാനാണ് ലാസ്റ്റ് ഇറങ്ങുന്നത് വണ്ടിക്ക് വേണ്ടിയിട്ട്, എന്നെ വിളിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവൻ ബാഗ് കൊണ്ട് താഴെ വെച്ച് തരും, ബാഗ് വണ്ടിയിൽ വെച്ച് ഞാൻ വേണ്ട കുഴപ്പമില്ല, ഇല്ല എന്നെ ഭയങ്കര കാര്യം, എന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ പെട്ടെന്ന് നമ്മളെ വിട്ടു പോയി. അതിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എപ്പോഴും എനിക്ക് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അനു ഇപ്പം ഒരു അനുഭവം കൂടെ ഞാൻ പറയട്ടെ. അനുവിന്റെ ഇപ്പം പുറത്താക്കപ്പെട്ട ഒരു സീരിയൽ ഇല്ലേ, ആ സീരിയലിനകത്ത് അനുവിന്റെ ബ്രദറായിട്ട് അഭിനയിച്ച ശബരിനാഥ് അല്ലെ, അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു അത് പുറത്താക്കിയതല്ല, ഞാനായിട്ട് വേണ്ട ചെയ്യുന്നില്ല സാർ എന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ പോയതാണ്. ചേട്ടൻ അയ്യോ അതാ ഞാൻ പറഞ്ഞു, വേണ്ടപ്പെട്ടവരൊക്കെയാണ് നമ്മളെ വിട്ട് പോകുന്നത്. ശബരി ചേട്ടൻ മരിച്ച പിന്നെ എനിക്ക് അറിയില്ല, ഞാന്
എനിക്ക് ഒരു മാസം ഇപ്പൊ സുചേട്ടനൊക്കെ മരിച്ചപ്പോൾ ഞാൻ പിന്നെ അത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശബരിച്ചേട്ടൻ മരിച്ചപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ ശബരിച്ചേട്ടന്റെ പേര് കേൾക്കുമ്പോഴും ചേട്ടന്റെ ഫോട്ടോ കാണുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഓർക്കുന്നത് ശബരിച്ചേട്ടൻ പോയിട്ടില്ല എന്നുള്ള, എല്ലാം ഞാൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുക മനസ്സിനെ. ശബരിച്ചേട്ടൻ, ഈ അരവിന്ദ്, സുചേട്ടൻ, അങ്ങനെയുള്ളവരെല്ലാരും ഒത്തിരി പേര് അവരൊക്കെ നമ്മളെ ചുറ്റുമുണ്ട്. അവരെവിടെയോ വർക്ക് ചെയ്യുന്നു, അവരെവിടെയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അനുവിന് ശരിക്കും വീട്ടിലാരാ, നിങ്ങളെ സിബ്ലിങ്സ് ആരാ ആ, ഉള്ളത്? എനിക്ക് ചേച്ചിയുള്ള. അതായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ചേച്ചി ബ്രദർലി എനിക്ക് അമ്മയെ ആയിട്ടുള്ള ഒരു പോലെ. അടുപ്പം. അവള് ഒരു അമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവള് എന്നെ ഒരു മോളെ പോലെ നടക്കുന്നത്. കാരണം എപ്പോഴും ഫുൾ കെയറിങ് കാര്യങ്ങളാ. അത് ചെയ്ത് ഫുഡ് ആണെങ്കിലും എപ്പോഴും അവൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്. അതെടുത്ത് കഴിക്കാൻ എന്റെ കയ്യിൽ കൊണ്ട് തരും എപ്പോഴും. ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ഇല്ലെങ്കിലും. പിന്നെ ഫുൾ ടൈം ജിമ്മിൽ പോയി വെറുതെ ഇരിക്കരുത്, ഇപ്പോ വണ്ണം വെച്ച് വെയിറ്റ് കൂടി ജിമ്മിൽ പറഞ്ഞു വിടും. പിന്നെ ഫുഡ് ആണെങ്കിലും രാവിലെ മുതൽ വൈകിട്ട് കഴിക്കുന്ന ഫുഡ് വരെ എല്ലാം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഇതേ കഴിക്കാവൂ, നീ അത് കഴിക്കില്ല, ഇത് കഴിക്കും. ഇപ്പൊ ഞാൻ ഇവന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പുറത്തുനിന്ന് ഒരു ഫുഡ് മേടിച്ച് കഴിക്കരുത് കാത്തു. പിന്നെ തന്നിട്ടുണ്ട്, ഫ്രൂട്ട്സ് ആണെങ്കിൽ എല്ലാം തന്നിട്ടുണ്ട്. അതൊക്കെ കഴിക്കാവും. ഭയങ്കര കെയറിങ്. ചോദിക്കും എന്താ കഴിച്ചേ, പുറത്തുനിന്ന് ചിക്കൻ മേടിച്ച് കഴിക്കരുത്, പുറത്തുനിന്ന് അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ചോറ് കഴിക്കരുത്, അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെ നമ്മൾ ബ്രദറിന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളെ കുറിച്ച് അവരുടെ പേരും ചേർത്ത് ഇപ്പൊ തൊട്ടു മുന്നേ പറഞ്ഞില്ലേ, തങ്കച്ചനൊക്കെ ആണെങ്കിലും സ്റ്റാർ മാജിക്കില് ശരിക്കും എനിക്കറിയാം അനുവും തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും സ്വന്തം ഏട്ടനെ പോലെയുള്ള സ്നേഹമാണ്. അങ്ങനെയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. ഇങ്ങനത്തെ ഓരോ ഫേക്ക് ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ അമ്മ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയും, എന്നൊരു അമ്മ എന്നെ ചീത്ത എന്ന് പറഞ്ഞാ അവളുണ്ടല്ലോ പൈസയും പറ്റിച്ചോട്ട് പോയിക്കുക തങ്കച്ചന്റെ കുറെ. തങ്കച്ചൻ തമാശക്ക് സ്റ്റാർ മാജിക് പറയുന്നതാണ്, എന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ മൊത്തം തീർത്ത് ഞാൻ ഇവക്ക് വേണ്ടിട്ട് അവിടെ സ്ഥലം വേണ്ടി ഇവക്ക് ഞാൻ കാറ് മേടിച്ചു കൊടുത്തു, എന്റെ വണ്ടി മേടിച്ചതൊക്കെ തങ്കച്ചൻ എന്നൊക്കെ തമാശക്ക് പറയുന്നത്. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുന്ന കുറച്ച് പ്രേക്ഷകർ എന്താ വിചാരിക്കുന്നറിയോ, ശരിക്കും ഞാൻ തങ്കച്ചന്റെ പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോയെന്ന സത്യം. എന്നിട്ട് ഞാൻ പോകുമ്പോ ചില അമ്മമാര് തങ്കച്ചനെ മര്യാദക്ക് കെട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ അടിക്കൂന്ന് പറയും. അങ്ങനെയൊക്കെ പറയും. ഇപ്പോഴും ഞാൻ പറയും എന്റെ അമ്മ അങ്ങനെയൊന്നും ഇല്ല, തങ്കച്ചൻ എന്നെ ഇല്ല ഒന്നും പറയണ്ട, തങ്കച്ചന്റെ കല്യാണം കഴിക്കുന്നത്. എവിടെ ഇനാഘോഷത്തിന് പോയാലും ഞാൻ മൈക്കെടുത്തിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കൈ പൊക്കിയിട്ട് അമ്മമാരാണെങ്കിൽ, അച്ഛന്മാരങ്ങനെ പറയില്ല, അമ്മമാരാണ് പറയുന്നത് തങ്കച്ചനായിട്ടുള്ള കല്യാണം എന്നാന്ന്. തങ്കച്ചേട്ടൻ തിരിച്ചതാട്ടോ ചോദിക്കുന്നത്. അതുപോലെ എനിക്കിപ്പോ നന്നായിട്ട് അറിയാം, രസികരാജയിൽ എന്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഷോയില് ബിനു അടിമാലി. ബിനുചേട്ടനും നിങ്ങൾ തമ്മിലുള്ള ഇതും അതെ, ബിനു നിങ്ങൾ അതും നല്ല കോമ്പോ. എല്ലാവരും ബിനുചേട്ടൻ, നോബിച്ചേട്ടൻ, തങ്കച്ചേട്ടൻ, നമ്മുടെ ഷാസ്ക, ബിനീഷ് ബാസ്റ്റിൻ, എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മൾ ചേട്ടന്മാരെല്ലാരും എനിക്ക് സ്വന്തം ചേട്ടന്മാരെ പോലെ എല്ലാവരും. ജീവൻ എന്ന് പറയുന്ന ആൾക്ക് ദിലീപേട്ടനെ എത്രത്തോളം ഇഷ്ടമാണ് ഞാൻ വേറെ ഇന്റർവ്യൂവിലും ജീവൻ പറഞ്ഞെല്ലാം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ തന്നെ ആ മുഖത്തെ സന്തോഷം, ആ ചിരിയും കണ്ടോ. ദിലീപേട്ടനും അതുപോലെ തന്നെ ആയിരിക്കണം. ദിലീപേണ്ണ ഇട്ട് പുറകെ വട്ടം ചുറ്റിച്ച് ഇങ്ങനെ ഇട്ട് കളിച്ച നിങ്ങളുടെ അദ്ദേഹത്തെ കുറിച്ച് പറയാതെ നമ്മൾ എങ്ങനെ ഇനി ബാക്കി ഇതിലേക്ക് പോകും, പറയും. എനിക്ക് ചേട്ടനെ കുറിച്ച് പറയാൻ വെച്ച് എനിക്ക് ചിരി വരാൻ കാര്യം എന്ന് പറയാം, ചിരി എന്നല്ല, എനിക്കതൊരു സന്തോഷം കൊണ്ട് വന്നതാ. കാരണം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എനിക്ക് മൈ ബോസിനകത്തുള്ള എക്സ്പീരിയൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. പുള്ളി അനുഭവിച്ച കുറേ കാര്യങ്ങൾ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുള്ള ഒരാളെ ഒരുപാട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനുഭവിച്ചു, എല്ലാം എങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ എനിക്ക് ഒരു ചേട്ടൻ്റെ അടുത്ത് നമുക്ക് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ചേട്ടൻ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ തോന്നുന്ന കാര്യങ്ങള് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. ചേട്ടനെ പോയി കണ്ടാലോ, കണ്ടിട്ട് എന്റെ രീതിയിൽ ചേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്താലോ എന്നുള്ള രീതിയിൽ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പക്ഷെ അതിന് ഒരു അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാനൊന്ന് പോകാൻ പറ്റിയിട്ടില്ല, അത് സത്യമുള്ള കാര്യമാണ്. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്, ആ ചേട്ടൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരാളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കാണും. ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ ആരെങ്കിലും ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ പോയി ഇരിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. കാരണം അത് കണക്കായിരുന്നു എൻ്റെ അടുത്ത് മാത്രമല്ല, സെറ്റിനകത്തുള്ള എല്ലാവരുടെ അടുത്തും ദിലീപേട്ടൻ അങ്ങനെ ആയിരുന്നു. അപ്പൊ ദിലീപേട്ടൻ അടുത്തറിയുന്ന ആൾക്കാർക്കൊന്നും ഈ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കാൻ പറ്റൂല, ഒരു കാര്യങ്ങളും അങ്ങനെ ആരും അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനത്തെ ഉള്ള ഒരാളാണ് ദിലീപേട്ടൻ എന്ന് പറയുന്നത്. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട്
ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ഒരു സീൻ തന്നു കഴിഞ്ഞാൽ പുള്ളി തന്നെ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും, എങ്ങനെ ചെയ്യണമെന്നുള്ളത് അഭിനയിച്ച് കാണിച്ചു തരും. ഈ പറയണ മൈബോസിന്റെ തന്നെ ഷൂട്ടിംഗ് സമയത്തൊക്കെ എത്ര നിങ്ങൾക്ക് ഫണ്ണും നിങ്ങളൊക്കെ എത്ര സന്തോഷത്തോടെ ചിരിക്കുകയും അല്ലേ, അറിയണതൊക്കെ അതൊക്കെ സ്പോട്ടിൽ ഇംപ്രൂവൈസ് ചെയ്യുന്ന സാധനങ്ങൾ. അത് എടുപ്പുണ്ടല്ലായിരുന്നോ ആ വീട് ലൊക്കേഷനൊക്കെ അല്ലേ? അപ്പൊ എന്തേരം നിങ്ങളൊന്ന് അന്നത്തെ എന്താ പറയാ ജീവന്റെ ഏജ് എന്ന് കൂടെ പറയുമ്പോ കുറേ കൂടെ യങ് ആണ് ശരിക്കും. അവൾ ഫുൾ എൻജോയ് ചെയ്ത് മതിച്ചിട്ടുണ്ടാവും ശരിക്കും. അടിച്ചു പൊളിച്ചൊരു സെറ്റ് ആയിരുന്നു. ഓക്കെ. ഈ ദിലീപേട്ടന്റെ പ്രശ്നം വന്നപ്പോ ഒത്തിരി പേര് ദിലീപേട്ടനെ ഇങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ദിലീപേട്ടനെ, നെഗറ്റീവായിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദിലീപേട്ടൻ എന്നല്ല, ഇനിയിപ്പോ ഏതൊരു പ്രശ്നം വന്നാലും ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിലും ഇപ്പൊ കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഈ ലോകത്ത് ആരും നല്ലവരല്ല, എല്ലാവരുടെ കയ്യിലും ഓരോ കയ്യിരിപ്പുകളുണ്ട്. അപ്പൊ തെറ്റ് ചെയ്യാത്തവരും ആരും തന്നെ ഇല്ല. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ പ്രത്യേകിച്ച് നോക്കിയാൽ ഞാൻ കണ്ടതല്ല ഇപ്പൊ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ലേഡീസിന് എടുത്താലും ഇപ്പൊ ഒരു ജെന്റ്സ് എടുത്താലും എന്തെങ്കിലും ഇപ്പൊ പീഡനത്തിന് ഇപ്പൊ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ കുറച്ച് നാള് പ്രേമിച്ച് പീഡിപ്പിച്ചു, അങ്ങനെയൊക്കെയുള്ള കുറെ ന്യൂസുകളൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. അപ്പം ഇറക്കുമ്പോ ഇവരെല്ലാരും ഇവരെ കുറ്റം പറയും. സംഭവം എന്താണ് നടന്നതെന്നോ അല്ലെങ്കിൽ ഇവിടെ ഭാഗത്ത് എന്താണ് ശരി തെറ്റെന്നും ഈ പറയുന്ന ഓഡിയൻസ്, അതായത് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മളെ സാധാരണ ആൾക്കാർ അത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ദിലീപിന്റെ കേസ് എടുത്താലും ഇപ്പം ഒത്തിരി ഇപ്പൊ തന്നെ ഈ ഒരു 2024 ഒരുപാട് ന്യൂസുകൾ വന്നു, ഇങ്ങനെ പീഡിപ്പിച്ചു, ഇയാളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന പറയുമ്പോൾ അറിയാലോ ചേച്ചി, നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിലാണ് പോകുന്നത്. ആ സ്പോട്ട് ഇപ്പൊ കുറെ പ്രാവശ്യം സ്നേഹിച്ചിട്ട് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് താല്പര്യം ഇല്ലാതെ അല്ലല്ലോ പോയത്. അപ്പൊ അതെന്തിനാണ് എന്നിട്ട് ആ ചെക്കനെ കുറ്റം പറയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കുറ്റം പറയും. അതെന്തിനാണ് എല്ലാരും ഇങ്ങനെ കുറ്റം പറഞ്ഞ? എനിക്ക് പലപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് ഒന്നും അറിയാതെ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും ലൈഫിൽ, ഒന്നും പുറത്ത് പറയുന്നില്ല, കാരണം അവർ സെലിബ്രിറ്റികളല്ല. ഈ സെലിബ്രിറ്റി ആണെങ്കിലും ഈ പറയുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ കുറ്റം പറയാനും അതിന് താഴെ പോയി കമന്റ് ഇടാനും നീയൊക്കെ എന്തിനാ. ഇപ്പൊ തന്നെ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ചേട്ടൻ മച്ചാന്ന് പറഞ്ഞ്, എനിക്ക് പുള്ളി അറിയില്ല പേഴ്സണലായിട്ട്, ആ പുള്ളിക്കാരൻ എനിക്ക് ഞാൻ ഷിയാസ്ക്കൊക്കെ അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, പുള്ളിക്കാരൻ ഇങ്ങനെ സംഭവത്തിൽ ഇങ്ങനെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു, സംഭവം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ കുറെ പേർക്ക് ഞാൻ അന്വേഷിച്ചു അങ്ങോട്ട് എന്താന്ന്. അത് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ആ കുട്ടിക്ക് 18 വയസ്സെന്ന് എന്തോ പറഞ്ഞിരുന്നു, പിന്നെ ഇപ്പൊ 16 വയസ്സെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ താല്പര്യത്തിലാണ് പോയിട്ടാണ് ആ കുട്ടിയുടെ പാരന്റ്സ് ആണ് കംപ്ലൈന്റ് കൊടുത്തത്, കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുള്ളത്. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. കുട്ടിയുടെ താല്പര്യത്തിൽ പോയിട്ടും അവിടെ പ്രതിയാവുന്നത് ഈ പറയുന്ന ആൾക്കാരാണ്. രണ്ടുപേരും താല്പര്യത്തിൽ പോയിട്ട് പിന്നെ ഒരു സിറ്റുവേഷനിൽ ആണ് ഈ എന്താ പറയുക, എന്നെ പീഡിപ്പിച്ചു, എനിക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു വാഗ്ദാനം തന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ താഴെ ഞാൻ എന്നിട്ട് ഈ പുള്ളിയുടെ ഞാൻ പേജ് എടുത്ത് നോക്കി, ഈ ഇൻസ്റ്റാഗ്രാം പേജ്, ഈ മച്ചാൻ എന്ന് പറയുന്നത്, അയാളുടെ ഫസ്റ്റ് ഇട്ടിങ്ങനെ പോസ്റ്റ് മുതൽ എല്ലാ പോസ്റ്റിനും താഴെ വന്നിട്ട് ഈ റിയൽ അക്കൗണ്ടിൽ നിന്ന് കമന്റുവാ, ഇപ്പൊ ജയിലിലായില്ലേ, ഇപ്പൊ എവിടെ പോയി മച്ചാൻ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ, മച്ചാൻ ഇങ്ങനെ ആയില്ലേ, എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി മരിച്ചു, എല്ലാരും കൂടെ എന്തൊക്കെയോ, അതെനിക്ക് അറിയത്തില്ല, നമ്മുടെ നാട്ടുകാരിയാണ്, ട്രിവാൻഡ്രംകാരിയാ. അതും ഇതുപോലെ കമന്റിന്റെ പേരിലാണ് കുട്ടിയെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞ നമ്മള് മലയാളികളാണ് എല്ലാരും കൊന്നോണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുന്തോറും. ഈ ഓരോ കമന്റ്സ് ഇട്ട് എന്തിനാണ് വെറുതെ എന്തിനാണ് കമന്റ്സ്? ഞാൻ എന്തെല്ലാം കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഴാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കമന്റ് ചെയ്യാൻ. കമന്റ് ചെയ്യുന്നവർക്ക് ഒരു ലൈഫിൽ ഒരു രീതിയിൽ അവർ തെറ്റും ചെയ്യില്ല, അവരെല്ലാം നല്ല ആൾക്കാർ എന്ന പോലെ തെറ്റും ചെയ്യാത്ത ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ മോശമാക്കാനോ പോകാൻ പാടില്ല. നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. നമുക്ക് നാളെ എന്താ വരാൻ പോകുന്നത് നമുക്കറിയാം. ഇപ്പൊ തന്നെ ഈ വയനാടിന്റെ കേസ് എടുക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്? എത്ര മനുഷ്യർ എന്തുമാത്രം സ്വപ്നം കണ്ട ആൾക്കാരാ മരിച്ചു പോയത്, എത്ര പേരത്. അപ്പൊ നമുക്കൊക്കെ ദൈവം ഇങ്ങനെ ഒരു ഭാഗ്യം തന്നിരിക്കുന്നത് തന്നെ ഓരോ ദിവസം വിചാരിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് നാളെയും നമുക്ക് നന്നായിട്ട്, ഇന്ന് ജീവിച്ചു പോയതുപോലെ നാളെയും നന്നായിട്ട് ജീവിക്കാൻ പറ്റണേ എന്നാണ്. നാളെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ആ ശ്വാസം കിട്ടണേ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെ കൂടെ നമ്മളെ ചുറ്റും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഉറങ്ങി കിടന്ന ആൾക്കാരാണ് മരിച്ചു പോയത്. അതാണ് ഉറങ്ങി കിടന്നത് വയനാട്. പിറ്റേ ദിവസം രാവിലെ അവര് ഇപ്പോഴും ഒരു ബോഡി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഓരോ ദിവസം ദൈവമേ എന്ന് പറഞ്ഞ് ആർക്കും ഒരു ദോഷം ചെയ്യാണ്ട് സ്വന്തം കാര്യങ്ങൾ നല്ലത് മാത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ അയാൾക്ക് നാളെ സമയത്ത് എന്തെങ്കിലും സംഭവിക്കും. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ശബരിച്ചേട്ടൻ, സുധിച്ചേട്ടൻ, ഈ പറഞ്ഞ അരവിന്ദ്, ഇവരൊക്കെ കാര്യം
ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം തോന്നുന്നത് എന്താ, ഇവരൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ലത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർക്ക് നല്ലത് ചെയ്തു കൊടുത്തത് കൊണ്ടാണ് നമുക്ക് അവരെ പറ്റി, നമ്മൾ ബന്ധുവല്ല, സ്വന്തമല്ല, രക്തബന്ധമല്ല, ഒന്നുമല്ല, ജസ്റ്റ് ലൊക്കേഷനിൽ പോകുമ്പോൾ കാണുന്ന ആ പരിചയം മാത്രം. പക്ഷെ ഇപ്പോഴും നമുക്ക് അയാളെ പറ്റി പറയുമ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അയാൾ ജീവിച്ചിരുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുപാട് സഹായം, സ്നേഹം, നല്ലത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാല്, ജീവിച്ചിരിക്കുന്ന സമയത്ത്, മനുഷ്യരായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ജന്മേ ഉള്ളൂ, നന്നായിട്ട് നല്ലത് ചിന്തിക്കുക, ആൾക്കാർക്ക് വേണ്ടി നല്ലത് മാത്രം പ്രാർത്ഥിക്കുക, അത്ര. നല്ലത് എല്ലാരും ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ തന്നെ ചെയ്താൽ നമ്മുടെ ഈ നാട്, ഞാൻ പഠിച്ചൊരു കാര്യം, നല്ല ചിന്തിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും, ഉറപ്പായിട്ടും. അയാൾ മോശമായിട്ട് പോട്ടെ, അയാൾ അങ്ങനെ പോകുന്ന നമ്മൾ മോശമായിട്ടേ പോകത്തുള്ളൂ, തിരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ജീവനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈ ബോസിലെ ക്യാരക്ടർ ഇന്നും നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ജീവനെ പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഒന്നാണ്, എല്ലാവർക്കും അറിയാലോ, അലാവുദ്ദീനിലെ ജിംബൂമ്പ. നമുക്ക് അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. ആ ഓർമ്മകൾ, ആ നല്ല ഓർമ്മകൾ ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവിടെ, ജിംബൂമ്പ ഇങ്ങനെ. അതെ, അത് ക്യാരക്ടർ എന്നെ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞാൻ അതിന് മുന്നേ ഒരു സീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രീ മഹാഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് സീരിയൽ. അന്ന് മെർലാൻഡ് പ്രൊഡക്ഷൻ ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൺട്രോളറും ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ക്യാരക്ടർ വന്നിട്ടുണ്ട്, അപ്പം നീ ഒന്ന് ഈ എന്താണ് ലുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ലുക്ക് ടെസ്റ്റിന് ചെന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു മുട്ട അടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ അത് നല്ല രസമാണ്, എന്റെ മുടി ഭയങ്കര സിൽക്കി ആയിട്ടുള്ള ഹെയർ ഒക്കെയാ. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ മുടിയൊക്കെ വെട്ടുന്ന കാര്യം എങ്ങനെ വെച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, അച്ഛനാണ് കൂടെ വരുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ക്യാരക്ടർ വന്നില്ല മോനെ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി മുട്ടയടിച്ച് വന്ന് ആ ഫുൾ അപ്പിയറൻസിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സുരേഷ് ബാബു സാറായിരുന്നു അന്നത്തെ ഡയറക്ടർ, സൈ സാർ ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് അങ്ങനെ തുടങ്ങിയതാണ് ആ ഒരു സീരിയല്. എനിക്ക് തോന്നി ഇന്നും ആൾക്കാർ ഇപ്പൊ ഈ അപ്പിയറൻസ് ഇപ്പൊ ഈ ചേഞ്ച് വന്ന ആൾക്കാർക്ക് മനസ്സിലായില്ല, എന്നാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം അവർ പറയുന്നത് ജിംബൂമ്പ എല്ലാവരിലേക്കും ഇത്രയും. പക്ഷെ എനിക്ക് അന്ന് ചെയ്യുന്ന സമയത്ത് അത് അറിയത്തില്ലായിരുന്നു ചേച്ചി, ഇത്രയും ക്യാരക്ടർ ഇത്രയും. കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ല, അങ്ങനത്തെ ഉള്ള ഒരു സാധനങ്ങളും ഇല്ല. അന്ന് ജസ്റ്റ് ഈ ചാനലുണ്ട്, TV ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര റീച്ച് ഉണ്ടെന്നൊന്നും നമുക്ക് അന്ന് അറിയാൻ വയ്യായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇത്രയും വർഷമാകുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ആ ക്യാരക്ടർ ഇപ്പൊ ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഈ ട്രോൾ വീഡിയോസ് ഒക്കെ വരും. അപ്പൊ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ നൊസ്റ്റാൾജി, അവരുടെ ആ ഒരു സമയം അവർ ഇതിനു വേണ്ടി കാത്തിരുന്നത് അവർ പറയുന്നുണ്ട്. അവര് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഈ സീരിയൽ കാണുമ്പോൾ അവർക്കുള്ള റിലാക്സേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ വന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ കൊണ്ട് അന്ന് അവർക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. എന്തോന്നേട്ടാ ഇത് പോടുന്നു. എന്റെ കല്യാണം ആണോ? പറ, ആരെ കല്യാണം കഴിക്കുന്നേ?